കോട്ടേജിലൊക്കെ ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ച്. അപ്പം നമ്മൾ ഗെയിംസൊക്കെ കഴിഞ്ഞു. അവരടുത്ത് ക്യാമ്പ് ഫയറിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ സെറ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ റിസോർട്ടിൽ. അപ്പോൾ എല്ലാവരും അതിനു വേണ്ടി റെഡിയാണ്. അപ്പോൾ ക്യാമ്പ് ഫയറൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ ചെറുതായിട്ടൊരു മഴ പെയ്തു. പക്ഷെ മഴ ഇപ്പം തന്നെ പോകുന്നുള്ള ഇതിലാന്ന് എല്ലാവരും. മഴ പോയിട്ട് വേണം എല്ലാവർക്കും ഡാൻസൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്.
അങ്ങനെ കുറേ സമയം ഡാൻസൊക്കെ കളിച്ചപ്പോൾ എനിക്ക് വിശന്നു. ഞാനപ്പോൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി വന്നു. ഇവിടെ ആണെങ്കിൽ കുറേ സാധനങ്ങളുണ്ട്. വൈറ്റ് റൈസ് ഉണ്ട്, അതുപോലെ ഗോബി മഞ്ചൂരിയൻ ഉണ്ട്, ദാൽ കറി ഉണ്ട്, ചപ്പാത്തി ഉണ്ട്, പെപ്പർ ചിക്കൻ ഉണ്ട്, പിന്നെ കേടുണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്, പാലക് പനീർ ഉണ്ട്, അതുപോലെ മുട്ടക്കറി ഉണ്ട്. നല്ല ഫുഡായിരുന്നു, എല്ലാ ഐറ്റംസും ഉണ്ട്. നോൺ വെജും വെജും കഴിക്കുന്ന ആൾക്കാർക്ക് സെറ്റാവുന്ന രീതിയിൽ എല്ലാ ഐറ്റങ്ങളും ഇവർ ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞാനും അങ്ങനെ എനിക്ക് വേണ്ട ഫുഡൊക്കെ എടുത്തു. ഇനി എവിടെയെങ്കിലും പോയിരുന്ന് നല്ലോണം കഴിച്ച് എന്നിട്ട് വേണം നല്ലൊരു ഉറക്കം ഉറങ്ങാൻ. ഇന്നലെ രാത്രി വണ്ടിയിൽ വന്നതിൻ്റെ ക്ഷീണമുണ്ട്. അപ്പം നമ്മുടെ കുറച്ച് ഫ്രണ്ട്സെല്ലാം ഓൾറെഡി കഴിക്കാൻ വന്നിട്ടുണ്ട്. കുറച്ച് ആൾക്കാർ ഇപ്പോൾ അവിടുന്ന് ഡാൻസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്ന് രാവിലെ അത്ര ഒരു കോടയൊന്നുമില്ല. ഞാൻ ഏറ്റവും ടോപ്പിലുള്ള കോട്ടേജിലൊക്കെ ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ച്. ഇന്നലത്തെ പോലെ അങ്ങനെ മഴയുമില്ല ഇന്ന്. അപ്പോൾ ഓരോരുത്തരൊക്കെ എഴുന്നേൽക്കുന്നേ ഉള്ളൂ, കാരണം ഇന്നലത്തെ ക്ഷീണമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ ഈ റൂംസൊക്കെ ഒന്ന് കയറി കാണാമെന്ന് വെച്ചാൽ ഇതാണ് 6 ഷെയർ റൂം. 6 പേർക്ക് ഷെയർ ചെയ്യാൻ പറ്റിയ റൂമാണ്. ഈ ഗ്രൂപ്പായിട്ട് വരുന്നവർക്കൊക്കെ ഞാൻ പറഞ്ഞതുപോലെ നിൽക്കാൻ പറ്റിയാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ്. അപ്പോൾ ഇതാണ് നമ്മളെ കാപ്പിപ്പൊടിയായിട്ട് മാറുന്ന അതിൻ്റെ അതിൻ്റെ കുരു എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയുന്നതാണ്. ഇതാണ് ഉണക്കിയിട്ട് പൊടിച്ചിട്ട് കോഫി പൗഡറായിട്ട് വരുന്നത്. കംപ്ലീറ്റ് ഇതിൻ്റെ അറിയാമല്ലോ, ഞാൻ വീഡിയോ കാണിച്ച പോലെ തന്നെ കംപ്ലീറ്റ് ഇതിൻ്റെ ചെടികളാണ് അവിടെ. അതുപോലെ തന്നെ നിറയെ കവുങ്ങും അതിൻ്റെ അടക്കയുണ്ട്. ഇതിൻ്റെ കംപ്ലീറ്റ് കവുങ്ങ് മരമാണ്. ഈ കോഫി അതുപോലെ തന്നെ ഈ അടക്ക ഇതൊക്കെ തന്നെ ഇവരൊരു മെയിൻ വരുമാനമാണെന്ന് ഇത് കണ്ടാൽ നമുക്കറിയാം. ഇന്നലെ കണ്ട ടെൻ്റ് ഹൗസിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് അവർ പോയിട്ടുണ്ട്, കംപ്ലീറ്റ് ആയിട്ടില്ല. പിന്നെ അതുപോലെ ഇപ്പോൾ ഈ കാണുന്ന കോട്ടേജാണ് ഞാൻ നിൽക്കുന്നത്. എന്തായാലും ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോകണം. ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാണ്. ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനുള്ളത് നീർദോശയുണ്ട്, അതുപോലെ തന്നെ ചട്നി ഉണ്ട്. നമ്മുടെ തേങ്ങാ ചട്നി മാത്രമേ ഇവിടെ കടലയൊക്കെ ഇടും അതിൻ്റെ അകത്ത്. പിന്നെ ഇഡ്ഡലി ഉണ്ട്, വടയുണ്ട്. പിന്നെ ചട്നി മാത്രമല്ല, ചട്നിയുടെ കൂടെ നമുക്ക് സാമ്പാറുണ്ട്. പിന്നെ ഇന്നലേക്കുള്ള പോലെ തന്നെ ചായയും കോഫി രണ്ടും ഉണ്ട്. അതുമാത്രമല്ല ഒരു റൈസും കൂടിയുണ്ട്, ഇവരുടെ ഒരു ടൈപ്പ് റൈസ്. ഓംലേറ്റും ഉണ്ട്. പിന്നെ ഒരു ഉപ്മാവുണ്ട്, ഒരു എരിവുള്ള ടൈപ്പ് ഒരു ഉപ്മാവാണ്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് നമ്മളിന്ന് ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്യും. അപ്പോൾ അതിനുശേഷം നേരെ ബാംഗ്ലൂരേക്കാണ്. അപ്പോൾ ഓൺ ദ വേ ഏതെങ്കിലും ഒരു പ്ലേസ് ഉണ്ടെങ്കിൽ കാണാമെന്നാണ് പറഞ്ഞത്. മിക്കവാറും ബേലൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്തൊരു ടെമ്പിൾ കാണാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവിടേക്ക് ആയിരിക്കും നമ്മൾ മിക്കവാറും ആദ്യം തന്നെ പോവുക. അപ്പം നമ്മളങ്ങനെ ചായയൊക്കെ കുടിച്ചിറങ്ങി. ഇനി നമ്മൾ നേരെ റിസോർട്ടിന് ബായി പറഞ്ഞ് നമ്മൾ നേരെ ബേലൂരേക്ക് പോകുന്നതാണ്. നമുക്ക് ബേലൂർ എത്തിയിട്ട് കാണാം അവിടെ എന്തൊക്കെയുള്ളത് എന്നുള്ളത്. അങ്ങനെ നമ്മൾ ബേലൂരിലെ ടെമ്പിളിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. നല്ല അടിപൊളി ടെമ്പിളാണ് പുറത്തുനിന്ന് കാണാൻ തന്നെ. ഇവിടെ നിറയെ കച്ചവടക്കാരൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ രഥം വലിയൊക്കെയുള്ള ടെമ്പിളാണെന്ന് തോന്നുന്നു. ഇവിടെ രഥം കാണാനുണ്ട്. നമുക്ക് എന്തായാലും അകത്ത് കയറി നോക്കിന് എന്തൊക്കെയുള്ളതെന്നുള്ളത്. അപ്പോൾ ഈ അമ്പലത്തിൻ്റെ പേര് വരുന്നത് ചിന്നകേശവ ടെമ്പിൾ അല്ലെങ്കിൽ വിജയനാരായണ ടെമ്പിൾ എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ലൊക്കേഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബേലൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത്, അതായത് ഹാസൻ ഡിസ്ട്രിക്റ്റിലെ ബേലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണിത് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ 12ാം സെഞ്ചുറി 12th സെഞ്ചുറിയിൽ ചെയ്ത അമ്പലമായിട്ടാണ്, മീൻസ് നമ്മളിതൊക്കെ ഗൂഗിൾ നോക്കുന്നതാണ് അതിലെങ്ങനെയാണ് ഉള്ളത്. അതുപോലെ അമ്പലത്തിൻ്റെ മെയിൻ എൻട്രൻസിൽ നമ്മൾ തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഒരു നിർമ്മിതിയില്ല, അതുപോലത്തെ ഒരു ഇതുണ്ട് ഇവിടെ. അതുപോലെ തന്നെ ഇതൊരു ഹിന്ദു ടെമ്പിൾ ആണെങ്കിൽ കൂടി ഇവിടെ എല്ലാവർക്കും പ്രവേശനം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. എല്ലാ മതസ്ഥരെയും ഇവിടെ കാണാനുണ്ട്. അവർ അമ്പലത്തിൻ്റെ അകത്ത് കയറിയതായിട്ട് കണ്ടിട്ടില്ല, പക്ഷെ പുറത്ത് ഈ ചുറ്റുമതിൽക്കെട്ടിനകത്തുണ്ട്. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ ചെയ്തിട്ടുള്ള കൊത്തുപണികളാണ്. ശരിക്കും നമ്മൾ കാണുമ്പോൾ തന്നെ അതിശയപ്പെട്ടു പോകുന്ന രീതിയിലുള്ള കൊത്തുപണികളാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. പിന്നെ അമ്പലത്തിൻ്റെ അകത്തേക്ക് അധികം അങ്ങനെ ഫോട്ടോ വീഡിയോഗ്രാഫിന് അലൗഡല്ല, അതുകൊണ്ട് അകത്തുള്ള ഫുട്ടേജ് ഒന്നും ഞാൻ അധികം എടുത്തിട്ടില്ല. ഈ അമ്പലത്തിൻ്റെ പുറത്തായിട്ട് ഫോട്ടോഗ്രാഫി അങ്ങനത്തെ ഒരു കുഴപ്പമൊന്നുമില്ല, കാരണം എല്ലാവരും എടുക്കുന്നുണ്ട്. കുറേ ആൾക്കാർ റീൽസൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ അതുമാത്രമല്ല, ഈ മെയിൻ അമ്പലം അല്ലാതെ ഇതേ കോമ്പൗണ്ടിൻ്റെ അകത്തന്നെ വേറെയും 1-2 അമ്പലങ്ങൾ ഇതുപോലത്തെ ഉണ്ട്. അതും ഈ പറഞ്ഞ പോലെ തന്നെ കൊത്തുപണികളൊക്കെ ചെയ്തിട്ടുള്ളതാണ്. വലിയ എന്താ പറയുക പാറക്കഷ്ണങ്ങളൊക്കെ അതിലൊക്കെയാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. കാരണം ഇതിൻ്റെ മേൽക്കൂര വരെ റൂഫ് വരെ കല്ലിനെ കൊണ്ടാണ്
ചെയ്തിട്ടുള്ളത്. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായി ഇത്രയും വലിയ കല്ലൊക്കെയാണ് നമ്മുടെ തലയുടെ മുകളിലായിട്ടുള്ളത് നമ്മൾ ഇതിൻ്റെ അകത്തൊക്കെ കയറി നോക്കുന്ന സമയത്ത്. ഈ അമ്പലത്തിൻ്റെ വർക്കിന് വേണ്ടിയിട്ട് 3 ജനറേഷൻ ഇതിൽ വർക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് ഇതിൻ്റെ രേഖകളൊക്കെ പറയുന്നത്. അതുപോലെ 103 വർഷം എടുത്തു ഈ അമ്പലത്തിൻ്റെ പണി പൂർത്തിയാകാൻ എന്ന് പറയുന്നു. അതുപോലെ ഈ യുദ്ധത്തിൻ്റെ സമയത്ത് പല സമയവും ഇത് തകർക്കപ്പെട്ടു, വീണ്ടും ബിൽഡ് ചെയ്തു, അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയായതെന്നൊക്കെ രേഖകളിൽ ഇങ്ങനെ പറയുന്നുണ്ട് ഈ അമ്പലത്തിനെ കുറിച്ചിട്ട്. ഞാനിവിടെ വന്നപ്പോൾ തന്നെ ധാരാളം മലയാളികളെ ഇവിടെ കണ്ടു. പക്ഷേ നാട്ടിലെവിടെ ആരും ഇങ്ങനൊരു അമ്പലത്തിനെ കുറിച്ച് പറയുന്നതൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഒരു വീഡിയോയിൽ ഞാനിതുവരെ കണ്ടിട്ടില്ല. പക്ഷേ ധാരാളം മലയാളികൾ ഇവിടെ വരുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. കാരണം പലരെ ഇവിടെ ഞാൻ കണ്ടു മലയാളത്തിൽ സംസാരിച്ചുകൊണ്ട് പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രഥം, തേര് അതിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ളതാന്ന് തോന്നുന്നു. ഒരു ആനയുടെ രൂപം, അതുപോലെ ഒരു കുതിരയുടെ രൂപമൊക്കെ ഇവിടെ കാണാനുണ്ട്. അതൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെയുള്ള ഉത്സവ സമയത്ത് എടുക്കുന്നതായിരിക്കും തോന്നുന്നു. അതും വെച്ചിട്ടുള്ള ഇതുപോലെ കല്ലുകൊണ്ട് തീർത്ത ഒരു ഇതിൻ്റെ അകത്താണ്. ഇത് അമ്പലമല്ലാന്ന് തോന്നുന്നു, അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഇതാണ്. പക്ഷെ ഇവിടെയുള്ള കൺസ്ട്രക്ഷൻ ഫുള്ള് ഈ കല്ലുകൾ മാത്രം, തൂണായാലും റൂഫായാലും എല്ലാം കല്ലുകൾ മാത്രമാണ്. അതുപോലെ തന്നെ ഒറ്റൊരു കല്ലിൽ തീർത്തൊരു നമ്മുടെ നാട്ടിൽ കൊടിമരമൊക്കെ പോലെയുള്ളൊരു ഇതാണ് ഇവിടെ ഇപ്പം കാണുന്നത്. ഒറ്റ കല്ലാണത്. ഇനി ഇവിടെയുള്ള ഈ മെയിൻ അമ്പലവും അതിൻ്റെ ചുറ്റിലുള്ള കൊത്തുപണികളും ഞാൻ നിങ്ങളൊന്ന് പെട്ടെന്ന് കാണിച്ചു തരാം. ഇവിടെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് ഒന്നും തൊടാൻ പാടില്ല എന്ന്. പലരും ഇതിവിടെ നിന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട്, തൊടാൻ പാടില്ല എന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഒരു ഗൈഡ് ഉണ്ട്, അവർ ഈ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓരോ രൂപവും അതിൻ്റെ നിർമ്മിതിനെ കുറിച്ചുള്ള കാര്യങ്ങളും ഗൈഡ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവിടെ ആൾക്കാർ ആ സമയത്ത് മാത്രം തൊടുന്നുണ്ട്, അതെന്താണെന്നറിയില്ല. നമ്മൾ പുറകിലൊക്കെ പോയി തൊടാൻ നോക്കുന്ന സമയത്ത് സെക്യൂരിറ്റി അവിടെ നിന്ന് വിസിൽ ചെയ്യുന്നുണ്ടായിരുന്നു, തൊടാൻ ടച്ച് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്. ശരിക്ക് ഇതുപോലുള്ള നിർമ്മിതികളും കൊത്തുപണികളൊക്കെ കാണുമ്പം ശരിക്കും അതിശയം തോന്നാൻ കാരണം എന്താ വെച്ചാൽ എത്രയോ വർഷങ്ങൾക്ക് മുന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ അന്ന് ഈ ഇന്നത്തെ കാലത്തുള്ള പോലെ മെഷീൻ കട്ടും കാര്യങ്ങളൊന്നുമില്ല, അല്ലാതെ തന്നെയാണ് ഇതെല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ അന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്നു ഇത് ഡിസൈൻ ചെയ്ത ആള് പണി പൂർത്തിയാകുമ്പോൾ ചിലപ്പം ജീവനോടെ ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം 103 വർഷം എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ. അതുപോലെ തന്നെ പണ്ടത്തെ കാലത്ത് ഇത് വരച്ചുണ്ടാക്കിയതാണോ, അപ്പോൾ ഇത്രയും നാള് ഈ ഒരു ഡിസൈൻ ഇത് പണി പൂർത്തിയാകുമ്പോൾ ഇങ്ങനെ ആയിരിക്കണം എന്ന് ആൾക്കാരുടെ മൈൻഡിലായിരിക്കുമല്ലോ അവരിത് കണ്ടിട്ടുണ്ടാവും, ഇങ്ങനെയായിരിക്കണം ഒരു അമ്പലം എന്നുള്ളത്. കാരണം അന്നത്തെ കാലത്ത് വരച്ചുണ്ടാക്കിയിട്ടുണ്ടാവും എന്നൊക്കെ സംശയമാണ്. ആയിരത്തി 1117 CE വിഷ്ണുവർദ്ധന എന്ന് പറഞ്ഞ രാജാവാണ് ഇത് കമ്മീഷൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ യാഗച്ചി റിവറിൻ്റെ തീരത്താണ് ഈ ടെമ്പിൾ ഉള്ളതെന്നാണ് ഗൂഗിളിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഡീറ്റെയിൽസ്. അതുപോലെ തന്നെ ഒരു
വിഷ്ണു ക്ഷേത്രമാണെന്നാണ് അതിലുള്ളത്. ഇതുപോലെ വേറൊരു അമ്പലം നമ്മൾ കണ്ടത് ഇത്രയില്ല, ഒരു ചെറിയൊരു അമ്പലം, ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചെറിയൊരു അമ്പലം നമ്മൾ കണ്ടത് നന്ദി ഹിൽസിൻ്റെ അടുത്തുള്ള നന്ദീശ്വര ടെമ്പിളാണ്. അതിൻ്റെ വീഡിയോ നമ്മളെ ചാനലിലുണ്ട്, താല്പര്യമുള്ളവർ എന്തായാലും അതും ഒന്ന് കണ്ടു നോക്കുക. അങ്ങനെ ഞാൻ അമ്പലം കംപ്ലീറ്റ് ഫുള്ളായിട്ട് ചുറ്റിക്കറങ്ങി വന്നു. ഈ മൈന്യൂട്ടായിട്ടുള്ള കൊത്തുപണികൾ വരെ ശരിക്കും നമ്മൾ അതിശയിപ്പിക്കും, ഒരു പ്രാവശ്യം കണ്ടാൽ തന്നെ നമ്മളെന്തായാലും അതിശയിപ്പിക്കുന്ന തരത്തിലുള്ള കൊത്തുപണികളാണ്. ഇനി ഇതിനോട് ചേർന്നിട്ട് ഈ കോമ്പൗണ്ടിനകത്ത് തന്നെ ഒരു കുളമുണ്ട്. കുളത്തിലേക്കായിരിക്കും പ്രവേശനമില്ലാന്ന് തോന്നുന്നു, കാരണം ഇവിടുത്തേക്ക് ആരും വരുന്നില്ല, എല്ലാവരും ദൂരെ നിന്ന് കാണുന്നില്ല, ആരും ഇറങ്ങുന്നില്ല. നല്ല പച്ച കളറിലെ വെള്ളമാണ്. ഞാൻ നോക്കി നല്ല മീനുകളുണ്ട്, പക്ഷെ മീനില്ല, ഇതിൽ നിറയെ ആമകളാണ്. നിങ്ങൾക്ക് വീഡിയോ തന്നെ കാണാം, നിറയെ ആമകളാണ്, കുളം നിറയെ. അപ്പോൾ ഇനി എന്തായാലും ഞാൻ നിങ്ങൾക്ക് ഈ അമ്പലം ഒന്നും കൂടി കാണിച്ചു തരാം, ഇതിൻ്റെ നല്ല ദൂരെ നിന്നുള്ളൊരു വിഷ്വൽ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു വലിപ്പം മനസ്സിലാവും, എത്രത്തോളം വലുതാണെന്നുള്ളത്. അങ്ങനെ ഇനി നമ്മൾ ഇവിടുന്ന് തിരിച്ച് ബാംഗ്ലൂരേക്ക് പോകുന്നതാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഓഫീസ് ട്രിപ്പ് ഇതോടുകൂടി അവസാനിക്കുന്നതാണ്, ഈ വീഡിയോ സീരീസ് അവസാനിക്കുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ.